ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു പാർസൽ അൺബോക്സിങ് വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു പാർസലാണ്. നമുക്ക് നോക്കാം എന്താണ്. ഇത് ഒരു ക്ലോത്ത് ഡ്രൈ സ്റ്റാൻഡാണ്. ഇത് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അസംബിൾ ചെയ്തെടുക്കണം. ഇത് എല്ലാം ഊരിപ്പറക്കിയാണ് വന്നിട്ടുള്ളത്. അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുഞ്ചൂസ് അത് വെച്ചിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അതിൻ്റെ സ്ക്രൂ ഒക്കെ ഉണ്ട്. പിന്നെ ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളും കൂടെ തരും. അപ്പം ഞാനും കുഞ്ചൂസും കൂടി ഫിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വെച്ചത് അതിലൊരു വീലുണ്ട്. നമുക്കതിന് പുറത്തൊക്കെ കൊണ്ടുപോയി വെക്കാനും നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ ആ സൗകര്യത്തിനുള്ളൊരു വീലുണ്ട്. അതിന് രണ്ടും കൂടി വെച്ചിട്ട് അതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് പോയത്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് അതിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു ചെയ്യാനുള്ളത്. ഞങ്ങൾ തിരിച്ച് ചെയ്തു പോയി. ഇങ്ങനെ ഹൈറ്റ് കൊടുത്തിട്ട് സൈഡിൽ താഴെയുള്ളത് വയ്ക്കണം. ഇപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ട് വന്നത് കുഞ്ഞ് ഇതായിരുന്നു. അപ്പോൾ അതല്ല, അതിൻ്റെ മാച്ച് അതല്ലായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കറക്റ്റ് അതെടുത്തുകൊണ്ട് വന്ന് ഇത് വെച്ചപ്പോഴത്തേക്ക് അങ്ങ് ഇതായിട്ട് കയറിപ്പോയി. അപ്പോൾ ഇതെന്താ, ഇപ്പോൾ ഒരുപാട് ലെങ്തും ഉണ്ട്, വീതി ഒരുപാട് വരുന്നു അന്ന്. അപ്പോൾ പിന്നീട് ഞങ്ങൾ കറക്റ്റ് കുറച്ചുകൂടി വണ്ണമുള്ള ഒരു ടൈപ്പ് ഇതുണ്ടായിരുന്നു, കമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് വെച്ച് ഇത് ചെയ്ത് അപ്പോഴത്തേക്ക് ഇത് കറക്റ്റായി. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുഞ്ചൂസ് കട്ടയ്ക്കുണ്ടായിരുന്നു. കുഞ്ചൂസാണ് കൂടുതലും വെക്കാനായിട്ട് കുഞ്ചൂസും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ചൂസിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ്. ഇത് അതായി വരാൻ ഒരുപാട് സമയമെടുത്ത് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിയാവില്ല. പിന്നെ വീണ്ടും കഴിച്ചു വന്നേന്ന് ഫിറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്ത് 3 ടയർ ഇതാണ്. അതായത് 3 ലെയർ പോലെ ഉണ്ടാവും. ഈ മഴയത്ത്, ഇപ്പോഴത്തെ മഴ സീസണല്ലേ, അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഉണക്കം ഇടുമ്പോഴത്തേക്ക് ഉണങ്ങിയൊന്നും കിട്ടില്ല. അപ്പം ഇതങ്ങ് നനവോടെ കൊണ്ടിടാനൊന്നും പറ്റൂലായിരിക്കും. കാരണം അത്രയും വെയിറ്റ് ഇതാവില്ല. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വാടിയ തുണികളൊക്കെ നമുക്കിട്ട് എടുത്തിടാൻ പറ്റും. അതിന് കണക്കാക്കിയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇത് മൊത്തം വച്ചിട്ടുണ്ട്. ഒരു ഹൈറ്റ് മൊത്തം പഠിച്ചു. ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3 ലെയറുണ്ട്. ഇതുപോലെ തന്നെ ഇതിന് മേളിലും കൂടി ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ നമുക്ക് അവിടെയും തുണികളിടാൻ പറ്റും. അതുപോലെ ഹാങ്ങറുകൾ തൂക്കാനും സ്പേസ് ഉണ്ട്. അതുപോലെ ഇത് 4 എണ്ണം ഉണ്ട് ഹാങ്ങർ തൂക്കാൻ. നമുക്ക് 4 സൈഡിലും വെച്ച് ഹാങ്ങർ തൂക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1502 രൂപ. ഒരു ഹാൻഡ്ലിങ് ചാർജും എല്ലാം കൂടി ചേർത്ത് 1502 രൂപയാണ് എനിക്കായത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. കുഴപ്പമില്ല. നമ്മൾ പിന്നെ അങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും ഇട്ട് നോക്കിയില്ല, ജസ്റ്റ് ഫിറ്റ് ചെയ്തതേ ഉള്ളൂ. എങ്കിലും വർത്താണെന്ന് പറയാം. നമ്മൾ ഇതായത് നോക്കിയാൽ പിന്നെ ഫിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലെങ്തിൻ്റെ വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ആയി ഇരിക്കുന്നുണ്ട്. ഇനി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. എങ്കിലും വലിയ പ്രശ്നമില്ല. ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം ഉണ്ട്. എങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കുഞ്ചൂസിൻ്റെ ഡ്രസ്സിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ചൂസും എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.